ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിവിധ അഭിപ്രായങ്ങളാണ് വരുന്നത്. നമുക്കിപ്പം സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ ചേരുന്നുണ്ട്. മാം, എങ്ങനെയാണ് ഇനി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുക? അല്ല, തൊഴിലിടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനാണ് ഹേമ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നത്. അവർ അത് നല്ല നിലയിൽ നിർവഹിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസും ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് പരിശോധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെൻറ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇനി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി നൽകിയിട്ടുള്ള കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ള സ്ത്രീകൾക്ക് ഏതെങ്കിലും വിധത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ അതും പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ ഞങ്ങൾക്ക് നീതി കിട്ടണം എന്ന് പല രീതിയിൽ ആവശ്യപ്പെടാം. ഒന്ന്, തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ഉള്ള നടപടികൾക്ക് വേണ്ടി ആവശ്യപ്പെടാം. അല്ലാതെ റെക്കമെൻഡേഷനിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് തീർച്ചയായിട്ടും നടപടികൾ സ്വീകരിക്കും എന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും സ്ത്രീക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ വേണമെന്നോ ഉള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ നൽകിക്കഴിഞ്ഞാൽ അതും സ്വീകരിക്കാം എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ പ്രത്യേകം പരാതി നൽകിയാൽ മാത്രമേ നമുക്ക് അത്ര നടപടിയിലേക്ക് നീങ്ങാൻ കഴിയുള്ളൂ, അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും ഒരു പരാതി നൽകുന്നതിൽ ഇപ്പോൾ കോടതിയിലാണല്ലോ ഇവർക്ക് ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ പ്രതികൾക്ക് ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഭാഗം കേൾക്കാനും കേട്ടുകൊണ്ട് മാത്രമല്ലേ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ, അത് തെളിവുകൾ, ഇതൊക്കെ കോടതി മുമ്പാകെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും പരാതിക്കാരായിട്ടുള്ള സ്ത്രീകൾ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ നൽകാനും അവർക്ക് ബാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിലവിൽ ഇപ്പോൾ ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരാൾക്കെതിരായിട്ടും ഈ റിപ്പോർട്ടിൽ മൊഴി നൽകിയിട്ടുള്ള ആളുകളെക്കുറിച്ച് പരാമർശമില്ല, ആർക്കെതിരായിട്ടാണ് ഈ മൊഴികൾ ഉള്ളത് എന്നതിനെക്കുറിച്ച് പരാമർശമില്ല. അപ്പോൾ ആർക്കെങ്കിലും ഈ നൽകിയിട്ടുള്ള മൊഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. മൊഴികളുടെ അടിസ്ഥാനത്തിൽ എന്തായാലും നിലവിൽ നിയമ നടപടി ഉണ്ടാകില്ല. ഇപ്പോൾ കമ്മിറ്റി തന്നെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഉള്ള ശുപാർശ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കാനും ഈ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സംവിധാനം കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ആ റെക്കമെൻഡേഷൻസ് പരിശോധിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂടുതൽ നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല. ഈ പരാതിക്കാർ അത് ഔദ്യോഗികമായിട്ട് ഒരു പരാതിയായി പോലീസിനെ സമീപിക്കുന്ന മുറയ്ക്കായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നാണ് അഡ്വക്കേറ്റ് പി സതീദേവി വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.